നമുക്കങ്ങനെ കുറെ കാശ് ഉണ്ടാക്കാം എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഡെഡ്പൂൾ അവനോട് പറയുന്നുണ്ട്, എനിക്കതല്ല വേണ്ടത്, കീ അവനെ കണ്ടിരിക്കണം, ഫ്രാൻസിസിനെ കണ്ടിരിക്കണം, എൻ്റെ മുഖം റെഡിയാക്കണം. എന്നിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഡെഡ്പൂൾ പറയുന്നുണ്ട്. അതിന് ഡെഡ്പൂളിന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അവന്റെ വിചാരം നീ മരിച്ചിട്ടുണ്ടാകുമെന്നല്ലേ? അപ്പോൾ ഡെഡ്പൂൾ പറയുന്നുണ്ട്, അതെ. അപ്പോൾ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അധിക ട്രാക്ക് വെച്ച് നമുക്ക് കളിക്കാം. അപ്പോൾ ഡെഡ്പൂൾ ചോദിക്കും, നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് മുഖംമൂടി വെച്ച് കളിക്കാനാണോ? അപ്പോൾ ഡെഡ്പൂൾ പറയുന്നുണ്ട്, അപ്പോൾ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അധിക ട്രാക്ക് വെച്ച് നമുക്ക് കളിക്കാം. അപ്പോൾ ഡെഡ്പൂൾ ചോദിക്കും, നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഖംമൂടി ധരിക്കാനാണോ? അപ്പോൾ അവൻ പറയും, അതെ, അത് തന്നെ. അങ്ങനെ അവർ ഡെഡ്പൂളിന് ഒരു നല്ല പേര് അന്വേഷിച്ച് നടക്കുകയാണ്. തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നവൻ, പേടിപ്പിക്കുന്ന പിശാച്, അന്നിങ്ങനെ അവന്റെ മുഖത്തിനനുസരിച്ച് കണ്ടുള്ള പേരുകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും അതിനായിട്ട് യാതൊരു വിധത്തിലും മുക്കുന്നില്ല. അവിടെ ഇങ്ങനെ പേരുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട് ഡെഡ്പൂളിനോട് പറയുന്നുണ്ട്, നീ മരിക്കുമെന്ന് കരുതിങ്ങാണ്ടി ഞാൻ കുറെ ബെറ്റ് വെച്ചിട്ടുണ്ട്, ഇനി അതൊന്നും കാര്യമില്ലാന്ന്. ആ പറയുന്ന സമയത്താണ് അവൻ ആ പേര് ശ്രദ്ധിക്കുന്നത്, ഡെഡ്പൂൾ എന്ന പേര്. പിന്നീട് ആ പേര് അവർ ഉറപ്പിക്കുന്നു, ഡെഡ്പൂൾ എന്ന പേര് അവർ ഉറപ്പിച്ച് അതിന് വേണ്ട മാസ്ക് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ ഡെഡ്പൂൾ. അങ്ങനെ ഇവിടെ നിന്നും വില്ലനിലേക്ക് എത്താനുള്ള ആൾക്കാരെ തിരഞ്ഞു പോവുകയാണ് അവൻ. വില്ലൻ അറിയുന്ന ആൾക്കാരെ മൊത്തം തിരഞ്ഞു കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ഡെഡ്പൂൾ. അങ്ങനെ അവർ